സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി കൗശൽ ഷായെ കേരളത്തിലെത്തിച്ചു. വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ചെയ്യുന്നു. രാഹുൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ ഇയാളെ റിമാൻഡ് ചെയ്യുകയാണ്, അറസ്റ്റ് എന്നാണോ രേഖപ്പെടുത്തുന്നത്? സുഹൈൽ, ഈ പ്രതിയെ ഈ മാസം 31 വരെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അല്പം മുമ്പാണ് കോഴിക്കോട് CJM കോടതിയിൽ കൗശൽ ഷായെ ഹാജരാക്കിയത്. തുടർന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയെങ്കിലും കസ്റ്റഡി നൽകാൻ തയ്യാറായിട്ടില്ല. പകരം ഈ മാസം 31 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കേരള പോലീസിന് ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം കൂടി കോടതി നൽകിയിട്ടുണ്ട്. അതായത് ഈ മാസം 26 മുതൽ 28 വരെ കൗശൽ ഷായെ തിഹാർ ജയിലിലെത്തി ചോദ്യം ചെയ്യാം എന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള പോലീസിൽ കസ്റ്റഡി നൽകുന്നില്ല, പകരം അവിടെ പോയി ചോദ്യം ചെയ്യാനുള്ള ഒരവസരമാണ് ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ളത്. അതുമായി കോടതി നടപടികൾ എന്താണെങ്കിലും പൂർത്തീകരിച്ച ശേഷം പ്രതിയെ ഇന്ന് തന്നെ തിഹാർ ജയിലിലേക്ക് മാറ്റുമെന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ മറ്റൊരു കേസിൽ ഈ പ്രതി തിഹാർ ജയിലിൽ കഴിയുന്നതിനാൽ ഇവിടേക്ക് കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. അന്ന് റിമാൻഡ് അനുവദിച്ചിരുന്നു. ആ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിയെ നേരിട്ട് CJM കോടതിയിൽ ഹാജരാക്കണമെന്ന ഉത്തരവ് കോടതി ഇറക്കിയത്. തുടർന്ന് ഡൽഹി പോലീസിന്റെ സഹായത്തോടെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കോഴിക്കോട് എത്തിക്കുകയും 2:30 കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു. എന്താണെങ്കിലും കേരളത്തിലെ ആദ്യത്തെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് നടന്നത്. ആ കേസിൽ ആദ്യം 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഈ കേസിലെ പ്രധാന പ്രതിയായ കൗശൽ ഷായിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഒരാഴ്ച മുമ്പ് ഈ കോഴിക്കോട് സ്വദേശിക്ക് നഷ്ടപ്പെട്ട 40,000 രൂപ തിരിച്ചു ലഭിക്കുകയും ചെയ്തിരുന്നു. കോഴിക്കോട് സ്വദേശിയായ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെ കബളിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ 4 പേരടങ്ങുന്ന സംഘം 40,000 രൂപ തട്ടിയെടുത്തത്. തുടർന്ന് സൈബർ സെല്ലിന്റെയും ഒപ്പം തന്നെ കേരള പോലീസിന്റെയും എല്ലാ സഹായത്തോടെ നടന്ന അന്വേഷണത്തിനൊടുവിൽ ഈ പ്രതികളെല്ലാം തന്നെ കണ്ടെത്തുകയും നഷ്ടപ്പെട്ട തുക കഴിഞ്ഞ ദിവസം തിരികെ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും സൈബർ പോലീസിനും ഒപ്പം തന്നെ കേരള പോലീസിനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കേസ് കൂടിയായി ഇത് മാറുകയാണ്. സുഹൈൽ, ശരി, പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ തിഹാർ ജയിലിൽ തന്നെ റിമാൻഡ് കാലാവധി തുടരും.